ഡേ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് റാഗിയുടെ പുട്ടും പീര വറ്റിച്ചും കടലക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കോളേജില്ലാത്ത ദിവസം കാരണം എന്തെങ്കിലും ചെയ്യാനോർത്തിട്ട് ഹെയർ പാക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഹെയർ പാക്കിന് ഹെന്ന പൗഡറും അതുപോലെ തന്നെ തേയിലവെള്ളവും രാത്രി തന്നെ രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റിന് വയ്ക്കും കേട്ടോ. അത് ഞാൻ രാവിലെ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്ത് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫേസിനും ഇടാന്ന് പറഞ്ഞിട്ട് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഫി പൗഡറും ഹണിയും ടൊമാറ്റോയുടെ നീരും അതുപോലെ തന്നെ ഇച്ചിരി ചെറിയ സ്പൂൺ മഞ്ഞളും എടുത്തിട്ട് ഞങ്ങൾ നല്ലോണം മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ ഇത് നല്ല ടാൻ റിമൂവ് ചെയ്യാൻ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ വീക്കിലി വൺസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടും ഒരു അരമണിക്കൂർ ഉണങ്ങാൻ വെക്കണം. അപ്പോൾ എൻ്റെ ഉണങ്ങി കിട്ടി. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം. ഇപ്പോൾ കുളിച്ചിട്ട് വന്ന് ഫസ്റ്റ് തന്നെ ഹെയർ നല്ലപോലെ പാറ്ററൈ ചെയ്യും കേട്ടോ. അതിന് സ്കിൻ കെയർ മസ്റ്റാണ്. എൻ്റെ സ്കിൻ കെയർ എന്ന് വെച്ചാൽ എൻ്റെ ഒരു നോർമൽ സ്കിൻ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ലിപ് ബാമിൽ വാസ്ലിൻ ലിപ് ബാമ, ഡ്രൈ ലിപ്സിനൊക്കെ വാസ്ലിൻ ലിപ് ബാം ബെസ്റ്റ് ലിപ് ബാമാണ് കേട്ടോ. സൺസ്ക്രീനിൽ ഞാൻ യൂസ് ചെയ്യുന്ന അക്വലോജിക്കൽ സൺസ്ക്രീനാണ്. ഇപ്പോൾ തുടർന്ന് 2 വർഷമായിട്ട് ഞാൻ അക്വലോജിക്ക തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിലാണെങ്കിലും വെളിയിലാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടണം കേട്ടോ. അതുപോലെ തന്നെ ബോഡിക്ക് ഞാൻ വിഷ് കെയറിൻ്റെ സൺസ്ക്രീനിലുള്ള ബോഡി ലോഷനാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് പെട്ടെന്ന് റിസൾട്ട് ഇല്ലെങ്കിൽ പയ്യെ നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനൊക്കെ നല്ല യൂസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിക്ക് ഹെയർ സീറം അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായി കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ചൂട് ചോറും മീൻകറിയും കിളിമീൻ പൊരിച്ചതും പയറുമെഴുക്കുരട്ടിയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് ഞാൻ കഴിക്കാനുണ്ടായിരുന്നു. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പേരയ്ക്ക വെട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വൈകുന്നേരം ആയപ്പോഴത്തേക്കും അമ്മ എനിക്ക് ഇടിയൻ ചക്കയും കട്ടൻ ചായ ഉണ്ടാക്കി തന്നായിരുന്നു. അപ്പോൾ അത് കഴിച്ചായിരുന്നു. ഇനി ഈവനിങ് ആയപ്പോഴത്തേക്കും വെളിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ വെളിയിൽ പോയായിരുന്നു. റിലയൻസിലേക്കായിട്ട് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളെല്ലാം നോക്കി വാങ്ങിയായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു വരുന്നതൊക്കെ ഒരു ഫലോഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാർസൽ വാങ്ങി ഞങ്ങൾ വീട്ടിൽ വന്ന് കഴിച്ചായിരുന്നു. ഇനി നൈറ്റ് നമുക്ക് കഴിക്കാൻ ചോറും വൈകുന്നേരത്തെ ഇടിയൻ ചക്കയും പൊരിച്ച മീനും മീൻകറിയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് കഴിക്കാൻ. ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. എന്നൊക്കെ ബൈ.